ഫുട്ബോൾ ഫാൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് എന്ത് നമ്മളെ വീഡിയോ. അപ്പം സമയമൊന്നും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. 2022 ഫിഫ ഒഫീഷ്യലി റിലീസ് ചെയ്ത ഡോക്യുമെന്ററിയാണ് മൈതാനം. കേരളത്തിലുള്ള നമ്മുടെയൊക്കെ ഫുട്ബോളിനോടുള്ള പാഷന് ഫിഫ തന്നൊരു അംഗീകാരം. ഈ ഒരൊറ്റ റീസൺ മാത്രം മതി എനിക്കിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതിന് വേണ്ടിയിട്ട്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, എന്തായാലും കാണണം. 2014 റിലീസായ ഡോക്യുമെന്ററി സ്പോർട്ട് ട്രാവൽ മൂവിയാണ് ഡേവിഡ് ബെക്കാം ഇൻ ടു ദ അൺനോൺ. തന്റെ റിട്ടയർമെന്റ് ലൈഫ് കാലത്ത് 3 സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ ബ്രസീലിലേക്ക് പോകുന്നതും പിന്നെ അവിടെ നിന്ന് ആമസോൺ കാടുകളിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഈ ഡോക്യുമെന്ററിയിലുള്ളത്. ബ്രസീൽ ആ കാലത്ത് 30% ദരിദ്രമുള്ള ഒരു രാജ്യമാണ്. അവർ ഫുട്ബോൾ കണ്ടിട്ടല്ല, റേഡിയോയിലൂടെയും മറ്റും കേട്ടിട്ടാണ് ആസ്വദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേരൊക്കെ അറിയായിരിക്കും, പക്ഷെ അവരെ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ബെക്കാം എന്ന ലെജൻഡ് ആ രാജ്യത്ത് എത്തിയിട്ട് അവിടുത്തെ ആർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററിന്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സാധാരണ ഒരു മനുഷ്യനായിട്ട് എനിക്ക് കുറച്ചു കാലം ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നാണ് ബെക്കാം പോലും ഈ ഡോക്യുമെന്ററിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ ഈ ഒരു ട്രാവൽ മൂവി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. 2019 റിലീസായ സീരീസാണ് അപ്പാച്ചെ ദ ലൈഫ് ഓഫ് കാർലോസ് തെവസ്. അർജന്റീനിയൻ ഇതിഹാസം കാർലോസ് തെവസിന്റെ ബയോഗ്രഫിയാണിത്. ഒരുപാട് ട്രാജഡികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫായിരുന്നു കാർലോസ് തെവസിൻ്റെത്. ഡ്രഗ്സും ഷൂട്ട് ഔട്ടും ഗ്യാങ് വാറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലത്ത് നിന്ന് അദ്ദേഹം എങ്ങനെ ഇന്നത്തെ ലെജൻഡ് കാർലോസ് തെവസായി മാറി എന്നുള്ളത് നമുക്ക് ഈ സീരീസിലൂടെ കാണാൻ പറ്റും. മസ്റ്റ് വാച്ചാണ്, നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. അർജന്റീൻ ഫാൻ എന്നുള്ള നിലയിലും ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലയിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ള വേൾഡ് കപ്പാണ് 2022 ഖത്തർ വേൾഡ് കപ്പ്. 36 വർഷമായിട്ട് ഞങ്ങൾ ഫാൻസ് ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കപ്പിന് വേണ്ടിയിട്ട്. അവസാനം ഞങ്ങൾക്കത് കിട്ടി. നമ്മൾ എന്തിനെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളത് മെസ്സിന്റെ ലൈഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ആ കപ്പ് 100% തന്നെ ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡ്രീം എന്തായാലും ഫുൾഫില്ലായി. പിന്നെ മെസ്സിയെ പറ്റി മാത്രം പറയുന്നതല്ല ഈ സീരീസ്. 2022 വേൾഡ് കപ്പിൽ നടന്ന എല്ലാ മൊമെന്റ്സും ഒരുപാട് ഇമോഷണൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ കുറെ അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഈ സീരീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു ഫുട്ബോൾ ഫാൻ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണിത്. ഒരിക്കലും മിസ് ചെയ്യരുത്. സീരീസുകളൊക്കെ എല്ലാവരും കാണുക, അതിന്റെ റിവ്യൂസും ഷെയർ ചെയ്യുക. ഇനി വരുന്ന 2026 വേൾഡ് കപ്പിൽ മെസ്സിക്ക് തന്നെ വേൾഡ് കപ്പ് കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.